ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഫ്രോക്ക് നൈറ്റ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് പഠിക്കാം. ഞാൻ ആ കാണിച്ച തുണിയല്ലാണ് വെട്ടുന്നത്, അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. വേറൊരു തുണിയുടെ വേറൊരാൾക്ക് വേണ്ടി തയ്ച്ചതിൻ്റെ വീഡിയോ ആണ് പിടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആ തുണി ഉണ്ടല്ലോ, തുണി അതെടുത്ത് നിവർത്തിയിട്ട് ഇത് ഈ രീതിയിൽ മടക്കണം. നീളത്തിൽ മടക്കുക. ആദ്യം വീതിക്ക് മടക്കി പിന്നെ കുറുകെ ഒന്ന് മടക്കുക. ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ എന്നിട്ട് ആവശ്യമുള്ള ലെന്ത് എത്രയാണെന്ന് വെച്ചാൽ, ഇതിന് ഫ്രില്ലൊക്കെ തയ്ക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ അതിനുള്ള തുണിയോടെ മാറ്റി വെച്ചിട്ട് വേണം ഇറക്കം കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മളിതിന് 48 ഇഞ്ചാണ് എടുക്കുന്നത്. 48 വരെ മാക്സിമം കിട്ടും. നമ്മൾ അളന്നെടുക്കുക. എന്നിട്ട് ബാക്കി ഫ്രില്ലിന് വേണ്ടി നമ്മൾ ബാക്കി ഭാഗം മുറിച്ച് മാറ്റണം. അപ്പം 48 ഇഞ്ച്, ഞാൻ 1 ഇഞ്ച് കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്, 49 എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളത് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുത്തതിന് ശേഷം അത് എത്രയാണ് 48 ഇഞ്ചെന്ന് വെച്ചാൽ അത്രയും വെച്ചും നമ്മൾ മടക്കുകയാണ്. 48 ഇഞ്ച് നമ്മൾ ആവശ്യമുള്ള തുണി അത്രയും തയ്ച്ച് വരുമ്പോൾ 47 ഒക്കെ വരത്തുള്ളൂ. പിന്നെ ഫ്രില്ലൂടെ കൂടുമ്പോഴാണ്, ഫ്രില്ലിന് എത്ര വീതിക്കുള്ള തുണി എടുക്കുന്നോ അതിനനുസരിച്ചിരിക്കും ഇറക്കത്തിൻ്റെ അളവ്. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും കറക്റ്റായിട്ടുള്ള 48 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം നമ്മൾ മുറിച്ച് മാറ്റും. ഇതിപ്പം ഞാൻ 2 തുണിയാണ്, 2 നൈറ്റികൾ മിക്സ് ആൻഡ് മാച്ച് പോലെ തയ്ക്കുന്നതാണ്. ഇത് ഞാൻ എടുത്തിരിക്കുന്ന തുണിയുടെ നീളമെന്ന് പറയുന്നത് 290 ആർക്ക് വേണേലും വീട്ടിൽ നമുക്ക് തയ്ക്കാവുന്നുണ്ട്. ഇച്ചിരി ടൈം എടുക്കുമെന്നേ ഉള്ളൂ. എങ്കിലും നല്ലതായിട്ട് തയ്ക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും. ഒരു വീട്ടിൽ നിൽക്കുന്ന ലുക്ക് തോന്നുകയല്ലേ. ഇടയ്ക്കൊരു ഇടവണ്ണത്തിൻ്റെ വണ്ണം കുറയ്ക്കാനായിട്ട് ഇച്ചിരി ഒരു കെട്ടുമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. 2 നൈറ്റി പീസുകളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് വെട്ടാനായിട്ടാണ്. ഒരേ അളവാണ്. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് വെട്ടുമ്പം നമ്മൾ ബാക്കി അധികമുള്ള പീസ് താഴ്വശത്തുനിന്ന് മുറിച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ സൈഡെന്ന് പറയുന്നത് മേൽഭാഗം മടക്കും. ഈ നമ്മൾ നിൽക്കുന്ന സൈഡും ഫോൾഡഡ് സൈഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഷോൾഡർ എടുക്കുന്നത് 40 ഇഞ്ച് സൈസ്, 38 മുതൽ 40 ഇഞ്ച് വരെയുള്ള ചെസ്റ്റ് സൈസുള്ള ആൾക്കാർക്ക് ഇടാവുന്നതാണ്. നമ്മളതിൻ്റെ ഷോൾഡർ എടുത്തത് 7 ഇഞ്ചും കൈക്കുഴി എടുക്കുന്നത്, ആംഹോളിൻ്റെ കൈക്കുഴി എടുക്കുന്നത് 7 ഇഞ്ച് തന്നെയാണ്. എന്നിട്ട് നമ്മൾ അതൊരു സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യാണ്. സ്ക്വയർ രൂപത്തിൽ മാർക്ക് ചെയ്യുന്നൊന്നും കാണരുത്. നൈറ്റ് തുണി തിരിച്ചിട്ട് വെട്ടിയാലുള്ള കുഴപ്പം. നമ്മൾ എത്ര ജോക്കൊണ്ട് വരച്ചാലും വീഡിയോക്കകത്ത് ക്ലിയറായി കിട്ടത്തേയില്ല. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് ആം ഹോളിൽ നിന്ന് തന്നെ 1.5 ഇഞ്ച് ആ കോണിൽ നിന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ടിന് 1 ഇഞ്ചുമാണ് അകലത്തിൽ നമ്മളിങ്ങനെ കർവായിട്ട് വരച്ചു കൊടുക്കണം. അതിന് ആം ഹോൾ കർവ് വെച്ചാണ് ഇത് വരയ്ക്കുന്നത്. ഇനി നമുക്ക് എടുക്കാനായിട്ടുള്ളത് ചെസ്റ്റ് അളവാണ്. ചെസ്റ്റ് അളവെന്ന് പറയുന്നത് ആം ഹോൾ ഇവിടം വരെ വരച്ചോ 7 ഇഞ്ചായുള്ള മാർക്ക് ചെയ്ത് അവിടെ ആണ്, അതിൻ്റെ ലെവലിലാണ് എടുക്കുന്നത്. 11 ഇഞ്ച് ആണ് വണ്ണം വേണ്ടത്. 1 ഇഞ്ച് നമ്മൾ തയ്യത്തും കൂടി ഇടുന്നുണ്ട്. ഇത് 38 മുതൽ 40 ചെസ്റ്റ് സൈസുള്ള ആൾക്കാർക്ക് ഇടാൻ പാകത്തിനുള്ള ഒരു നൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ബസ്റ്റിൻ്റെ ആ ഇടുപ്പ് വണ്ണം ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ അളവെടുക്കുന്ന മേളിൽ നിന്ന് 14 ഇഞ്ചാണ്. മേളിൽ നിന്ന് താഴെ വരെ 14 ഇഞ്ച്. പിന്നെ ഹിപ്പിൻ്റെ അവിടെ അരവണ്ണത്തിൻ്റെ അവിടെ എടുക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ 21 ഇഞ്ചുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം മേളിൽ നിന്ന് വേസ്റ്റ് ലെന്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചും ഹിപ്പ് ലെന്ത് എന്ന് പറയുന്നത്
21 ഇഞ്ചുമാണ് തുന്നി. അവിടെ നമ്മൾ ഓരോ ലൈൻ മാർക്ക് ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അവിടുത്തെ അളവ് എടുക്കണം. മേളിൽ ചെസ്റ്റിലെന്ന് പറഞ്ഞാൽ ചെസ്റ്റിൻ്റെ വിടുത്തെന്ന് പറയുന്നത് നമ്മൾ 11 എടുത്തപ്പോൾ ഇവിടെ 10 എടുക്കും. നൈറ്റി ആയതുകൊണ്ട് ഓരോ ഇഞ്ച് കുറച്ച് വെട്ടിയാൽ മതി. 10ഉം 1 ഇഞ്ച് തയ്യൽ തുമ്പും. അതുപോലെ ഹിപ്പിൻ്റെ അവിടെ വരുന്നതാണ് നമ്മൾ 1 ഇഞ്ച് കൂട്ടും. 11 എടുത്തെങ്കിൽ 12 ഇടും. 12ൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടും 13. ആ 13 ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ പിന്നെ താഴേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരയ്ക്കുകയാണ്. നമ്മൾ കർവായിട്ടൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കർവ് സ്കെയിലാണേ. അപ്പം ഇതിനായിട്ട് നമ്മൾ ആംഹോളിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമ്മൾ തയ്യൽ തുമ്പിൻ്റെ അളവ് ഇട്ടിട്ടുണ്ടല്ലോ 12 ഇഞ്ച്, അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വരയ്ക്കുകയാണ്. അകത്തെ മാർക്കിംഗ് എന്ന് പറയുന്നത് തയ്ച്ച് കഴിഞ്ഞുള്ള വണ്ണമാണ്. താഴേക്ക് അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് പിന്നെ താഴേക്ക് അങ്ങ് നമ്മൾ എത്ര നീളത്തിലെടുക്കുന്നുണ്ടോ അത്രയും നീളത്തിൽ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരയ്ക്കുകയാണ്. ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ അല്ല, ഇതിൽ ഇത്തിരി വ്യത്യാസമാണ്. ചുരിദാറിന് നമ്മൾ കറക്റ്റ് 1 ഇഞ്ച് മാത്രമേ തയ്യൽ വെട്ടത്തുള്ളൂ, മടക്കടിക്കാറുള്ളൂ അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ആം ഹോൾ കർവ് വെച്ചാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അല്ല എങ്കിൽ ജസ്റ്റ് ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് കൂടെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ടിക്ടാക് ബ്യൂട്ടി ക്രിയേഷൻ എന്ന് പറഞ്ഞ ചാനലാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാമേ. നമ്മുടെ ഷോൾഡറിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 7 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആം ഹോളും അതേപോലെ 7 ഇഞ്ച്. ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ കൈക്കുഴി കുഴിച്ച് വെട്ടാനായിട്ട് 1.5 ഇഞ്ചോളം ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴിയും ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴി 1 ഇഞ്ചും മാർക്ക് ചെയ്ത് നമ്മൾ ആം ഹോൾ വെച്ച് കയറുവായിട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന 11 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം അവിടെ വരെ 11 മറ്റേ 12 ഇഞ്ചുമാണ്. നമ്മളവിടെ നിന്ന് വേസ്റ്റിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് നമ്മൾ 14 ഇഞ്ചും ഹിപ്പ് ലെന്ത് എന്ന് പറയുന്നത് 21 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ വണ്ണം എന്ന് പറയുന്നത് വെസ്റ്റിൻ്റെ 10 ഇഞ്ച് വണ്ണവും 1 ഇഞ്ച് തയ്യൽത്തുമ്പും. താഴ്വശം ഹിപ്പിൻ്റെ അവിടെ 12 ഇഞ്ച് വണ്ണവും 1 ഇഞ്ച് തയ്യൽത്തുമ്പും. എന്നിട്ട് നേരെ നമ്മൾ താഴേക്ക് അങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ച് കിട്ടും. ഇനി നമുക്ക് കൈ എടുക്കണം. കൈയുടെ അളവെന്ന് പറയുന്നത് നമുക്ക് 7 ഇഞ്ച്, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടണം. എന്താ പറഞ്ഞാൽ ഇങ്ങനെ ചുരുക്കിട്ടുള്ള കൈ ആയതുകൊണ്ട് അവിടെ നിന്ന് 4 ഇഞ്ചോളം നമ്മൾ താഴേക്ക് വരയ്ക്കണം. അതവിടെ ഇങ്ങനെ ആ 8 മാർക്ക് ചെയ്തില്ലേ, 8 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ ഇങ്ങനെ വളച്ച് 1 ഇഞ്ച്. ഇപ്പം നമുക്ക് എത്രയാണ് കൈ, അപ്പം സാധാരണ കൈ എടുക്കുന്ന പോലെ പോരാ, അതിനേക്കാൾ ഒരു 2 സൈഡിലും കൂടെ 4 ഇഞ്ചോടെ ഇപ്പം നമ്മൾ മടക്കിയാണല്ലോ ഇട്ടിരിക്കുക. അപ്പം 4 ഇഞ്ചോടെ കൂടുതൽ അധികം എടുക്കണം. കാരണം ആ സൈഡിലും ചുരുക്ക് വേണം, ഇങ്ങനെ കൈ ജോയിൻറ്റിൻ്റെ അവിടെ ചുരുക്ക് വേണം. ഇത് നമ്മൾ എലാസ്റ്റിക് വെച്ചാണ് തയ്ക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് കർവ് ചെയ്ത് കൈക്കുഴി എന്ന് പറയുന്നത് കുഴിച്ച് വെട്ടെന്ന് പറഞ്ഞാൽ 3 ഇഞ്ചാണ്. അപ്പം 7 ഇഞ്ചാണ് കറക്റ്റായിട്ട് നമ്മൾ കൈക്കുഴി എടുക്കുന്നത് അല്ലേ. ആ 7ൽ നിന്ന് 3 ഇഞ്ച് കുറച്ച് വേണം താഴ്ഭാഗത്തിന് കൈ കുഴിച്ച് വെട്ടാനായിട്ട്. അപ്പം നമ്മൾ മൊത്തത്തിൽ എടുത്തിരിക്കുന്ന പറഞ്ഞാൽ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 8 ഇഞ്ച്. കാരണം എന്താ വെച്ചാൽ ആ 8 ഇഞ്ച് തന്നെ 1 ഇഞ്ച് ഇങ്ങനെ കൂടുതലായിട്ട് എടുത്ത് എന്തിനാന്ന് ചോദിച്ചാൽ ചുരുക്കിടാൻ വേണ്ടിയിട്ടാണ്. ചുരുക്കിടുമ്പോൾ ഒരു പപ്പ് പോലെ വരണം. നമ്മളിനി താഴ്ഭാഗത്തേക്കുള്ള പ്രില്ലിനെടുക്കുക. അത് ഒരു തുണി നമ്മളെടുത്തായിരുന്നല്ലോ, കട്ട് ചെയ്ത് മാറ്റി വെച്ച തുണി, അത് 3 മടക്കണം. അല്ല എങ്കിൽ എത്തത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ചുരുക്കിടുമ്പം ചെറിയ ചുരുക്കാണെങ്കിൽ പോലും ഉള്ളതിനേക്കാളും 1.5 ഇപ്പം നമ്മൾ 1 മീറ്റർ തുണിയെങ്കിൽ അതിൻ്റെ കൂടെ 1/2 മീറ്ററോട് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ചുരുക്ക് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഉള്ള അളവിനേക്കാട്ടിൽ 1/2 അതിൻ്റെ നേർ പകുതിയുടെ കൂടുതലെടുത്താലേ നമുക്ക് ചുരുക്ക് തയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ.
അപ്പം നമ്മളിത് 3ആയിട്ട് മടക്കിയിട്ട് ഒരേപോലെ അങ്ങനെ വെട്ടിയെടുത്ത് മാറ്റുകയാണ്. എല്ലാവരും ഇത് കാണുന്നവരൊന്ന് ട്രൈ ചെയ്യണേ. ഞാൻ ഇതേപോലെ വീഡിയോ വേറെ ഇടുന്നുണ്ട്, കാരണം എന്ന് വെച്ചാൽ ഇതത്ര ക്ലിയർ അല്ല. ഇപ്പോൾ എല്ലാം ഒരു ട്രെൻഡായിട്ടുള്ള ഒരിതാണ് ഫ്രോക്ക് ചുരിദാർ എന്ന് പറയുന്നത്, ഫ്രോക്ക് നൈറ്റി എന്ന് പറയുന്നത്. ഒരു ക്ഷമയോടിരുന്നത് വേണം തയ്ക്കാൻ, എങ്കിലും നല്ല ഭംഗിയാണ് ഇത് വെച്ചാൽ. അതിനോടൊരു ഇടഭാഗത്തിന് ഇടക്കെട്ടും കൂടെ ഉണ്ട്, നമുക്കിപ്പം ഒരു ടെയില് പോലെ വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ വണ്ണം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ 2 നൈറ്റി തുണിയുടെ പാങ്ങളാണ്. അപ്പോൾ നമ്മളങ്ങനെ വെട്ടിക്കഴിയുമ്പോൾ 3 പോർഷനായിട്ട് കിട്ടും, 3 പോർഷൻ. പിന്നെ നമ്മളിങ്ങനെ ഓരോന്നും തയ്യൽ തുണിയെല്ലാം വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചുരുട്ടി ഒരിടത്തോട്ട് വെക്കാതെ അത് കറക്റ്റായിട്ട് മടക്കി ഒരു എല്ലാ പീസുകളും വെട്ടിയതിന് ശേഷം എല്ലാം കൂടെ ഒന്നിച്ച് ഇവനിൻ്റെ വെട്ടുതുണി പോലും കളയാതെ അവിടെ വെച്ച് അത് ചുരുട്ടി ഒരു കെട്ടായിട്ട് പിന്നെ തയ്ക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഉടനെ തയ്ക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ഒന്ന് കെട്ടി വെച്ചിട്ട് നമ്മളെടുത്ത് തയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ആ പാട്ടുകളൊന്നും നഷ്ടപ്പെടാതിരിക്കും. തയ്ച്ചതിന് ശേഷം ബാക്കി എന്തെങ്കിലും നൈറ്റി തുണിക്കൊന്നും ബാക്കി കളയാനായിട്ട് ഒട്ടും തന്നെ കാണുകയല്ലേ. നമ്മളിങ്ങനെ കൈ ബോഡി പാർട്ട് വെട്ടിയെടുക്കുകയാണ്. 2 നൈറ്റിയുടെ തുണിയാണ്ട് കത്രിക്ക് മൂർച്ച കുറവാണ്, ഇച്ചിരി പാടുപെട്ടായും വെട്ടുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് 2 നൈറ്റിയുടെ മാറ്റി വെച്ച് ഫ്രണ്ടിൻ്റെ കൈക്കുഴി ഇച്ചിരി കുഴിച്ച് വെട്ടണമല്ലോ, അപ്പോൾ അങ്ങനെ കുഴിച്ച് വെട്ടുകയാണിത്. മറ്റേ നൈറ്റുകൾക്കൊക്കെ നമ്മളങ്ങനെ കൈക്കുഴിയൊന്നും കുഴിച്ച് വെട്ടാറില്ല, പക്ഷേ ഈ ഇത്രയും നൈറ്റുകൾക്ക് നമ്മൾ ഫ്രണ്ട് പാർട്ട് കുഴിച്ച് വെട്ടണം, അതാണ് ഭംഗി. അപ്പം അങ്ങനെ 2 പോർഷൻ വെട്ടിക്കഴിഞ്ഞ് നൈറ്റിയുടെ. ഇനി നമുക്കുള്ള നെക്കിന് വേണ്ടിയിട്ടുള്ള ഭാഗങ്ങൾ, നെക്കിനൊരു ഡിസൈൻ കൊടുക്കുക, അല്ല പ്രില്ലോ അങ്ങനെയുള്ളതൊന്നും ചെയ്യുന്നില്ല. എന്നിട്ട് ലേസും വെച്ച് കൊടുക്കുന്നു, വട്ടക്കഴുത്താണ്. അപ്പം അതിനായിട്ടൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് നമ്മൾ, 5 ഇഞ്ച് വീതി 8 ഇഞ്ച് ഇറക്കമുള്ളൊരു പേപ്പർ ക്യാൻവാസ് എടുത്ത്. കഴുത്തകലം എന്ന് പറഞ്ഞാൽ 3 ഇഞ്ചാണ്, ഇറക്കം എന്ന് പറഞ്ഞാൽ ഞാൻ 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ബാക്കിനൊക്കെ നമ്മൾ വെട്ടുമ്പോൾ 4.5 ഇഞ്ച് 4 ഇഞ്ചൊക്കെ ഇട്ടാണ് ബാക്കിനൊക്കെ വെട്ടുന്നത്. അപ്പോൾ ആം ഹോൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് കെയറുമായിട്ട് വരച്ചെടുക്കാതെ, അങ്ങനെ വരച്ചതിന് ശേഷം അതിൻ്റെ പുറത്തെ ലെയർ എന്ന് പറയുന്നത് 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ഒക്കെ നമ്മളിട്ട് കൊടുക്കും. അങ്ങനെ അങ്ങേയറ്റം വരെ മാർക്ക് ചെയ്ത് അത് റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുകയാണ്. വേറെ ഷേപ്പിൽ വേണമെങ്കിൽ കഴുത്തിൻ്റെ ആ ഔട്ടർ ഭാഗം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം, പക്ഷെ ഞാൻ റൗണ്ടായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ഒരു പിന്ന് വെച്ച് കുത്തുക, അത്രയും എന്നാലേ കാണിക്കുന്നില്ല. ആദ്യം ഇങ്ങനെ കുറച്ച് ഭാഗം, അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ കഴുത്ത് വെട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ വെട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് അകന്നു പോകും. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊരിക്കലും അകന്നു പോകില്ല, കറക്റ്റായിട്ടുള്ള അളവിൽ തന്നെ നിൽക്കും. അല്ലെങ്കിൽ 3 എന്നുള്ളതിന് പകരം 4 ഇഞ്ചിൽ നമ്മൾ കഴുത്തകലം തയ്ച്ചു പോകും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരിക്കലും കഴുത്തൊരിക്കലും അകന്നു പോവുകയില്ല. അപ്പോൾ അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഇരിക്കുക. അപ്പം നമ്മളപ്പോൾ കഴുത്തിൻ്റെ ഭാഗം വേട്ടാനായിട്ട് അതിൻ്റെ ഇപ്പം നമ്മൾ തയ്ക്കുന്ന തുണിയുടെ വേറൊരു തുണിയാണ് എടുത്ത് വെക്കുന്നത്. മിക്സ് ആൻഡ് മാച്ചായിട്ട് കൈക്ക് ഏത് ഉപയോഗിക്കുന്ന ആ തുണിയാണ് നെക്കിന് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് അതിന് തുണി തികയാത്തതുകൊണ്ട് നമ്മൾ തുണിയൊക്കെ ജോയിൻ ചെയ്താണ് തയ്ക്കുന്നത്. അങ്ങനെ തയ്ക്കുമ്പോൾ പിന്നൊക്കെ കുത്തി വെച്ചിട്ട് തയ്ക്കാൻ, അല്ലെങ്കിൽ അയൺ ബോക്സ് വെച്ച് അയൺ ചെയ്തിട്ടൊക്കെ തയ്ക്കാനെങ്കിൽ നല്ല ഭംഗിയായിട്ട് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. ബാക്കി ജസ്റ്റ് ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി ഭാഗം വെട്ടിക്കളയുക. അതിനുശേഷം നമ്മൾ തയ്ച്ചതിന് ശേഷം കാണിച്ചു തരാമേ. വളരെ എളുപ്പമാണ് ഇത് തയ്ക്കാനായിട്ട്. അതുപോലെ ഈ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നൈറ്റി തുണിയൊക്കെ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ വാങ്ങിച്ചൊരു ലേസാണിത്. ആ ലേസ് കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുമ്പോൾ
നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ട് എടുക്കുകയാണ്. ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് കഴുത്ത് തയ്ക്കാനായിട്ട് നമ്മൾ നൈറ്റി തുണിയുടെ സെൻറ്റർ നോക്കി ഈ കഴുത്തിൻ്റെ സെൻറ്റർ നോക്കി പിൻ ചെയ്തതിന് ശേഷം അത് ചീത്ത വശത്താണ് പിൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് തിരിച്ചിടുക. അങ്ങനെ തയ്ച്ചതിന് ശേഷം അങ്ങനെ തയ്ച്ച് ലേസും ഒക്കെ വെച്ച് തയ്ച്ച് ഇനി നമ്മൾ ബാക്ക് പാർട്ട് എടുക്കണം. ബാക്ക് ഞാൻ പറഞ്ഞല്ലോ 4.5 ഇഞ്ച് ഇതിലാണ് 4 ഇഞ്ച് കുഴിച്ചാണ് വെട്ടി അതിന് ക്രോസ് പീസ് വെച്ച് തയ്ച്ചതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഷോൾഡർ ഇങ്ങനെ കറക്റ്റായിട്ട് ബാക്ക് പാർട്ടിന് ക്രോസ് പീസ് വെച്ച് തയ്ച്ചായിരുന്നല്ലോ, അതിനോട് ചേർന്ന് തന്നെ ഫ്രണ്ട് പാർട്ട് നമ്മളിങ്ങനെ തയ്ച്ച് അതേ സെയിം സ്റ്റിച്ചിങ്ങിൻ്റെ അളവിൽ തന്നെ വെച്ചതിന് ശേഷമാണ് ഞാനിതിൻ്റെ ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് പ്രത്യേകം കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ഈ വീഡിയോയിലല്ല, വേറെ വീഡിയോയിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കാണാൻ പറ്റും. അപ്പോൾ 2 സ്റ്റിച്ച് ഇടണം. 2 സ്റ്റിച്ച് ഇട്ടാൽ മാത്രമേ ഷോൾഡർ കറക്റ്റായിട്ട് അവിടെ നിൽക്കുകയുള്ളേ. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ എന്നിട്ട് മടക്കി തയ്ക്കുകയാണ്. അപ്പോൾ ഷോൾഡർ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തതായിട്ട് കാണത്തേയില്ല, അറിയത്തേയില്ല, മുഴച്ച് നിൽക്കുക ഒന്നും ചെയ്യത്തില്ല. ഇത് കറക്റ്റായിട്ട് വരും. അത് നമ്മളത് ആ ക്രോസ് പീസ് മടക്കി തയ്ക്കുകയാണ്. സാരി ബ്ലൗസിനൊക്കെ ചെയ്യുന്ന പോലെ അല്ല കേട്ടോ. സാരി ബ്ലൗസിനൊക്കെ ചെയ്ത് നമ്മൾ ഹെമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ മെഷീനിൽ തന്നെ തയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തയ്ച്ചെടുത്തതാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ കൈ എടുക്കുകയാണ്. കൈയുടെ ഞാൻ അടിച്ച് ഒന്ന് മടക്കി അടിച്ചതിന് ശേഷം ഒരു 4 ഇഞ്ച് വീതിക്ക് മടക്കിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ കൈവണ്ണം ഞാൻ അതിനകത്ത് ഇടുന്നത് അപ്പോൾ 6 ഇഞ്ചാണ്. അപ്പോൾ 12 ഇഞ്ചാണ് കൈവണ്ണം എടുക്കുന്നത്. അപ്പോൾ 12 ഇഞ്ച് തന്നെ ഞാൻ ഒത്തിരി ടൈറ്റായിട്ടിരിക്കാതെ എന്നാൽ ലൂസും ആകാൻ പാടില്ല. അങ്ങനെ 2 പീസ് എലാസ്റ്റിക് ഇടുന്നത്. ഇതിൽ 4 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ തയ്ക്കുമ്പോൾ ഒരു ഇഞ്ചോളം അകത്തേക്ക് കയറ്റി വെച്ച് വേണം എലാസ്റ്റിക് തയ്ക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ വലിച്ചു പിടിച്ച് വേണം എലാസ്റ്റിക് തയ്ക്കാൻ. അല്ലാതെ നമ്മൾ പ്രത്യേകം ചുരുക്കിട്ട് കൊടുക്കുന്നില്ല. എലാസ്റ്റിക്കിൽ ചുരുങ്ങി കഴിയുമ്പോൾ വരുന്ന ചുരുക്ക് മാത്രമേ ഉള്ളൂ കൈക്ക് വരുന്നത്. അതിൻ്റെ ഇതിൽ കണ്ടില്ലേ? അങ്ങനെ ഒരു സൈഡിൽ കൂടെ അടിച്ചതിന് ശേഷം അകത്തൊരു വീണ്ടും ഒരു സൈഡിൽ കൂടെ മറ്റേ സൈഡിൽ കൂടെ എലാസ്റ്റിക്കിനെ അടിക്കും. 2 സ്റ്റിച്ചാണ് എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വണ്ണം ഉള്ളവർക്കും ഇടാം, വണ്ണമില്ലാത്തവർക്കും ഇടാം എന്നുള്ളതാണ് ഇത്രയും നൈറ്റുകളുടെ പ്രത്യേകത. നമ്മൾ കൈ തയ്ച്ചു കൊടുക്കുവാണേ. കൈയുടെ സെൻറ്റർ പോർഷൻ നമ്മൾ ഷോൾഡറുമായിട്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണമല്ലോ. ജസ്റ്റ് ചെറിയ ചെറിയ പ്ലീറ്റുകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 ഇഞ്ച് പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേന് കറക്റ്റായിട്ട് വരും. അങ്ങനെ നമ്മൾ നേരത്തെ പ്ലീറ്റൊന്നും ഇട്ട് വെക്കുന്നില്ല. ഷോൾഡറിൻ്റെ അവിടെ വന്നതിന് ശേഷം ബാക്ക് പാർട്ടിൻ്റെ ആ ഭാഗത്തോട്ട് വരുമ്പോൾ വീണ്ടും മടക്കി ഒരു 3-4 പ്ലീറ്റ് അവിടെയും വരും ആ ഭാഗത്തും. അപ്പോൾ ഷോൾഡറിൻ്റെ അപ്പുറത്ത് എത്ര പ്ലീറ്റ് ഇടുന്നു അതേ സെയിം പ്ലീറ്റ് തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. എന്നാലേ കറക്റ്റായിട്ടിരിക്കത്തുള്ളൂ, ഈക്വലായിട്ടിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിരിക്കും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ 2 ഈക്വലായിട്ടിടണം. അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മളെന്നേരം ഇങ്ങേ അറ്റം കറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് വേണം പ്ലീറ്റുകൾ ഇടാനായിട്ട്. അല്ലെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും തമ്മിൽ 2 എഡ്ജും കൂടെ കൂടി ചേരാതെ വരും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കൈയുടെ നീളം എത്രയാണെന്ന് വെച്ച് നോക്കി വേണം തയ്ക്കാനെന്നാണ് പറഞ്ഞത്. കണ്ടില്ല, ഇങ്ങനെ ഇരിക്കും നമ്മൾ തയ്ച്ച് കഴിയുമ്പം. നമ്മൾ ഓൾറെഡി ആ ഫ്രില്ലിടാനുള്ള ഭാഗമാണ് നമ്മൾ തയ്ച്ച് വെച്ച് ഫ്രില്ലിട്ട് വെച്ചായിരുന്നു. അപ്പോൾ അത് ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ അടിക്കുകയാണ്. അങ്ങനെ 2 പാർട്ടായിട്ടാണ് ഞാൻ തയ്ച്ചത്. എന്നിട്ട് 2 സൈഡും നൈറ്റിയുടെ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അല്ല, നൈറ്റി മൊത്തത്തിൽ തയ്ച്ചതിന് ശേഷം
സൈഡെല്ലാം പോയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഈ പ്ലീറ്റ് ജോയിൻ ചെയ്യാം. ഞാനിപ്പോൾ ഓവർലോക്ക് സൈഡ് പാർട്ടൊക്കെ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ അറിയാമല്ലോ. നമ്മൾ സൈഡ് രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതോടൊപ്പം ഓവർലോക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഓവർലോക്കും ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, കമൻറ്റുകൾ അറിയിക്കണം, ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഓക്കെ.